أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ഏറെ സ്നേഹമുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ നെഞ്ചിലേറ്റി, ഹൃദയത്തിലേറ്റി, അതിൻ്റെ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ തേട്ടങ്ങളും ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്തുകൊണ്ട് ആ ദീനുൽ ഇസ്ലാമിൻ്റെ ഇൽഹാറിന് വേണ്ടി, അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസവും ഒരു സമയവുമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാർഗദർശനം നൽകി, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥനെ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നു. മനുഷ്യൻ്റെ സ്വകാര്യതയിലും മനുഷ്യൻ്റെ പരസ്യ ജീവിതത്തിലും, മനുഷ്യൻ ഒറ്റക്കായിരിക്കുമ്പോഴും മനുഷ്യൻ കുടുംബത്തിൽ ജീവിക്കുന്ന സമയത്തും അവൻ സമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും, അങ്ങനെ ജീവിതത്തിൻ്റെ ഏതേതു മേഖലയിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയമത്രയും എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷാൽ ഉടയ തമ്പുരാൻ്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുക എന്നത് വിശ്വാസിയുടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വരേണ്ട ഒരു കാര്യമാണ്. അതൊരു പക്ഷേ വലിയ ബഹളമായിട്ട് നമ്മൾ ചെല്ലേണ്ടതില്ല, പക്ഷേ നമ്മുടെ ചുണ്ടുകളെങ്കിലും അനങ്ങുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഹൃദയത്തിൽ ആ റസൂലിനോടുള്ള സ്നേഹമാണ്, ആ റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം എനിക്ക് ജീവിതം പഠിപ്പിച്ചു തന്ന, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് അറിവ് നൽകിയ, എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ച, എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന, എൻ്റെ നരകത്തിൻ്റെ അജാബുകളിൽ നിന്ന് എന്നെ മാറി സഞ്ചരിക്കാൻ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വഹീകളെയും ഒരൽപ്പം പോലും സ്വാർത്ഥതയെ, അല്ലെങ്കിൽ തൻ്റെ സുരക്ഷിതത്തെ, അല്ലെങ്കിൽ തനിക്ക് വരാനിരിക്കുന്ന അപകടത്തെ ഓർത്ത് മാറ്റിവെക്കാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ദീന് പഠിപ്പിച്ചു തന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആ റസൂലിനെ ഇഷ്ടപ്പെടുക, ആ റസൂലിനെ കുറിച്ച് സംസാരിക്കുക, ആ റസൂലിനെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക, ആ റസൂലിന് വേണ്ടിയിട്ട് സലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ആ റസൂലിൻ്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹുബ്ബുർ റസൂൽ, ഹുബ്ബുൻ നബി, നബിയോടുള്ള സ്നേഹം, ആ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇത്തിബാഉ റസൂൽ, റസൂൽ എന്താണ് എന്നെ പഠിപ്പിച്ചത്, റസൂൽ എന്താണ് എന്നോട് പറഞ്ഞത്, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഉറക്കമുണരുന്ന ആദ്യ സമയത്ത് തന്നെ ഹബീബായ റസൂല് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാൽവപ്പിലും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ റസൂലിൻ്റെ ചര്യകളെ സ്വന്തം ജീവിതത്തിലേക്ക് ബോധപൂർവം ഏറ്റെടുത്ത് അങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങി, മനുഷ്യരിലേക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ഇറങ്ങി, തൊഴിൽശാലകളിലേക്ക് ചെന്ന് നമ്മുടെ സംരംഭങ്ങളിലൂടെ നടന്ന് നമ്മുടെ മക്കളെ തലോടി, നമ്മുടെ ഭാര്യയോട് ചേർന്ന് നിന്ന് ഉമ്മാനെയും ഉപ്പാനെയും ആദരിച്ച്, അങ്ങനെ ഏറ്റവും അവസാനം കിടപ്പറയിലേക്ക് ചെല്ലുന്ന സമയത്ത്, അവസാനം കണ്ണടക്കുന്ന സമയത്തും ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയോടുകൂടി അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന ഇത്തിബാഉ റസൂലുള്ളാഹ്, ജീവിതത്തിൻ്റെ
ഓരോ അണുവിലും റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. അതാണ് വിശ്വാസി കൊതിക്കാനുള്ളത്, വിശ്വാസികൾക്ക് നേടിയെടുക്കാനുള്ളത്. ആ റസൂലിനോടുള്ള സ്നേഹത്തെ, ആ റസൂലിനോടുള്ള ഇഷ്കിനെ, ആ റസൂലിനുള്ള മഹബത്തിനെ മറന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കാറുണ്ട്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റു പലരുമാണ് അപ്പോൾ നമ്മുടെ ഹീറോ. മറ്റു പലരുടെയും ജീവിതത്തിൻ്റെ അവർ കാണിച്ചു തന്ന റോൾ മോഡലുകൾ, അവരുടെ കുപ്പായങ്ങൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, അവരുടെ രീതികൾ അത് നമ്മുടെ രീതികളായി മാറും. അവരുടെ കാൽവെപ്പുകൾ നമ്മുടെ കാൽവെപ്പുകൾ. അവർ ജീവിതത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മോഡലുകളെയും നമ്മൾ അതുപോലെ പിന്തുടരുമ്പോൾ അവിടെ റസൂലിനോടുള്ള ഹുബ്ബല്ല, അള്ളാഹുവിനോടുള്ള ഹുബ്ബല്ല. യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്ത് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിരുന്ന ചില ഏതാനും നിമിഷത്തേക്ക് മാത്രം നമുക്ക് സുഖവും സന്തോഷവും നൽകുന്ന ചില ഹീറോകൾ മാത്രമായി അവസാനം അള്ളാഹുവിലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെയും ഒരു ബിഗ് സീറോ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. എന്നതുകൊണ്ടാണ് ഹബീബായ റസൂൽ ജീവിതത്തിൻ്റെ ഒരു അംശം പോലും ബാക്കി വെക്കാതെ, മാറ്റിവെക്കാതെ ഇങ്ങനെയാണ് 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 എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിലേക്കോ ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും നിശ്ചിത തീയതിയിലേക്കോ ഒതുക്കി വെക്കാവുന്നതല്ല. ജീവിതത്തിൽ നീ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഓരോ നിമിഷത്തിലും വാക്കിലും നോക്കിലും നിന്റെ കേൾവിയിലും സംസാരത്തിലും കാൽവപ്പിലും നീ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലും നീ മുറിച്ചു മാറ്റുന്ന ബന്ധങ്ങളിലും ഹബീബായ റസൂലിനോടുള്ള മഹബത്തുണ്ട്. അത് ചാലിച്ചു കൊണ്ടൊരു ജീവിതം, ഇത് വിശ്വാസി കൊതിക്കേണ്ട ജീവിതം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുക, റസൂല് വെറുക്കുന്നത് വെറുക്കുക, റസൂല് മാറ്റിവെക്കാൻ പറഞ്ഞത് മാറ്റിവെക്കുക, റസൂൽ എടുക്കാൻ പറഞ്ഞത് എടുക്കുക. ഒരു പക്ഷേ റസൂല് പറഞ്ഞത് അല്പം കയ്പുള്ളതാണ്, അല്പം പ്രയാസമുള്ളതാണ് എന്ന് തോന്നുമെങ്കിൽ പോലും അതെനിക്കെൻ്റെ ജീവിതത്തിലേക്ക് അനിവാര്യമായി ഞാൻ ഏറ്റെടുക്കും, കാരണം റസൂലുള്ളാഹിയാണ് എന്നോടത് പറഞ്ഞത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് സന്തോഷത്തോടുകൂടി ആ ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നൊരു മഹബത്ത്, ആ ഇഷ്ടം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകാറുണ്ടോ എന്ന ആലോചന ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. ഹബീബായ റസൂലിനെ സ്നേഹിക്കുമ്പോൾ, റസൂലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് മേഖലകളിലേക്ക് വെളിച്ചം നൽകിയ റസൂലാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുമേഖലയിലേക്കും മാതൃക കാണിച്ചു തന്ന റസൂലാണ്. ആ റസൂലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വന്ന് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരോടുമായി പറഞ്ഞു വെച്ച മുഴുവൻ ആശയങ്ങളെയും ആദർശങ്ങളെയും നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഒരു രണ്ട് അടിത്തറയിലേക്ക് അതിനെ ഒന്ന് ചുരുക്കി അതിനെ അടിത്തറയാക്കിക്കൊണ്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് രണ്ടു കാര്യങ്ങളാണ്. ആ രണ്ടു കാര്യങ്ങളിൽ ഒന്ന്, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ നാഥനിലേക്ക്, ഏകനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ അവനിൽ മാത്രം അവലംബമാക്കി അവനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം സഹായമർത്ഥിച്ച് ഏകനായ നാഥനിലേക്ക് ക്ഷണിക്കുക എന്നതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒന്നാമത്തെ ദൗത്യം. തൗഹീദിലേക്ക് ക്ഷണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് നൽകിയ അതിൻ്റെ മുഴുവൻ നിർദ്ദേശങ്ങളെയും അടിത്തറകളെയും രണ്ടാമത്തെ ഒരു അടിത്തറയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നീതിയിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു എന്നതാണ്. നീതിയിലേക്ക് ക്ഷണിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ രണ്ടു കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് എന്ന. അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന തൗഹീദും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം ജീവിതത്തിൽ ഉടനീളം എന്ന് പറയുന്ന ജസ്റ്റിസിനെ കുറിച്ചുള്ള സംസാരവും നീതിയെക്കുറിച്ചുള്ള സംസാരവും വിശ്വാസി സമൂഹം ഏറ്റെടുക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആധുനിക കാലഘട്ടത്തിൽ വന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ, വിപ്ലവ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്ന, കുറിച്ചു തന്ന ഒരു വാചകമല്ല ജസ്റ്റിസ്.
അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയ വിപ്ലവത്തിന്റെയും വിമോചനത്തിന്റെയും അടിത്തറയായി മാറണം, സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അടിസ്ഥാനമായി മാറണം, ജീവിതത്തിന്റെ വെളിച്ചമായി മാറണം, ജീവിതത്തിന്റെ നിറമായി മാറണം എന്ന് പറഞ്ഞ അതിലാണ് ക്രിസ്താണ്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഹബീബായ റസൂൽ തൗഹീദിലേക്ക് ക്ഷണിച്ചു, ഏകനായ നാഥനിലേക്ക്. അതേ മനുഷ്യരെ നീതിയിലേക്ക് ക്ഷണിച്ചു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നിങ്ങൾ നീതിയോട് കൂടിയേ പെരുമാറാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു. ഈ രണ്ടടിത്തറകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഒരിക്കലും മക്കയിൽ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു കുട്ടിയാണ്, ആ കൗമാരക്കാരനാണ്. ആ സമയത്ത് യമനിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ മക്കയിൽ തൻ്റെ സാധനങ്ങളും തൻ്റെ പ്രൊഡക്റ്റുകളുമായിട്ട് വന്ന് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഖുറൈശി തലവന്മാരിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ആ കച്ചവട ചരക്കുകൾ മുഴുവൻ വിൽക്കുകയാണ്. വിറ്റിട്ടുള്ള ആ പണത്തിന് വേണ്ടി അല്പ ദിവസം കാത്തു നിൽക്കണം. സ്വാഭാവികമായി കച്ചവടക്കാരൻ കാത്തുനിന്നു. ആ കച്ചവടക്കാരൻ കാത്തുനിൽപ്പ് പക്ഷേ ദിവസങ്ങൾ നീണ്ടങ്ങ് പോവുകയാണ്. ഈ പറയുന്ന ഖുറൈശികളിലെ തലവൻ തൻ്റെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് പണം തിരിച്ചു തരുന്നില്ല. ആ അവസ്ഥയിലെത്തിയ സമയത്ത് ആ യമനിയായ മനുഷ്യൻ അവിടെയുള്ള പ്രമാണിമാരോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ അദ്ദേഹം വാങ്ങി, പക്ഷേ എനിക്ക് നാട്ടിലേക്ക് പോകാൻ വഴിയില്ല, എൻ്റെ പണം അദ്ദേഹം തരുന്നില്ല. കാരണം മക്കയിൽ വെച്ചുകൊണ്ട് ഈ യമനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന അവസ്ഥയിൽ ആ മനുഷ്യനെ വഞ്ചിക്കാൻ ശ്രമിച്ചപ്പോൾ, അദ്ദേഹത്തോട് നീതികേട് കാണിച്ചപ്പോൾ ആ നാട്ടിലെ നല്ലവരായ മനുഷ്യർ എന്ന് എഴുന്നേറ്റ് നിന്നു. ആ നല്ലവരായ മനുഷ്യർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഹിൽഫുൽ ഫുദൂൽ എന്നാണ് ആ ഉടമ്പടിയുടെ പേര്. ആ ഉടമ്പടിയുടെ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഞാനും എൻ്റെ അമ്മാവന്മാരുടെ കൂടെ ആ ഉടമ്പടിയിൽ പങ്കുചേർന്നിരുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇനിയും അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ പങ്കുചേരും എന്നും മാത്രമല്ല, ഫമാ ഉഹിബ്ബു അന്നലി ബിഹി ഉമറൻ നഅമി വ അന്നി അൻകുസുഹു, തീർച്ചയായും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊരുപാട് സമ്പത്ത് തരാമെന്ന് പറഞ്ഞാൽ പോലും ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടി, അതുപോലുള്ള മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയിട്ട് അന്നുണ്ടാക്കിയ ഹിൽഫുൽ ഫുദൂലിനെ പോലെയുള്ള ഒരു ഉടമ്പടി പിച്ചു ചീന്താൻ, അതിലംഘിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ മനുഷ്യരോടും നീതി ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. നിങ്ങൾ ചുറ്റുമുള്ള ഓരോ മനുഷ്യനോടും നീതി ചെയ്യണം. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരനോട്, നിങ്ങൾക്ക് ഭാര്യയായി വരാൻ പോകുന്ന പെണ്ണിനോട്, നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ ഉപ്പയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങൾ ഏറ്റെടുത്ത ജോലികളോട്, നിങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളോടൊക്കെയും നീതി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഇസ്ലാമിൻ്റെ താല്പര്യ. എന്താ നീതി എന്നതിന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈതാഉ കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖ, ഓരോന്നിനും കൊടുക്കേണ്ടത്, ഓരോ മനുഷ്യനും കൊടുക്കേണ്ട അവകാശമുണ്ട്. ഓരോ മനുഷ്യനും കൊടുക്കേണ്ട അവകാശം, ആ മനുഷ്യന് ആ അവകാശം കൊടുക്കുക എന്നതാണ് നീതി. ഓരോ മനുഷ്യനും അർഹതപ്പെട്ടതുണ്ട്, അത് കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങൾ അനീതിയുടെ ഇടങ്ങളാണ്. ജോലി കൊടുക്കണം, യുവാക്കൾക്ക് ജോലി കൊടുക്കണം, അത് ഇവിടുത്തെ സർക്കാരുകൾ കാണിക്കേണ്ടുന്ന മര്യാദയാണ്. ജോലി കൊടുക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. കാരണം അവന് ജോലി കൊടുക്കുക, അവൻ്റെ വഴിയിൽ അവൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക നീതിയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം, സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാകണം, അതാണ് നീതി. പഠിക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കച്ചവടക്കാരൻ അവൻ കച്ചവടം ചെയ്തിട്ട് അവൻ്റെ മുതലിറക്കിയിട്ട് ആ പണം അവന് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അത് അവൻ്റെ ഹക്കാണ്, അത് തിരിച്ചു കിട്ടുന്നതാണ് നീതി. ആ നീതിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലാണ് നിങ്ങൾക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞ എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനായിരിക്കും, നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുമുള്ള പാവപ്പെട്ട മനുഷ്യനായിരിക്കും, നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും കച്ചവടക്കാരനായിരിക്കും, നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗതിയുമില്ലാത്ത മനുഷ്യരായിരിക്കും, ഒരു അവലംബവുമില്ലാത്ത പാവപ്പെട്ടവനായിരിക്കും. ആ മനുഷ്യന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നതാണ് നീതി എന്ന് ഹബീബായി റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങളെങ്ങാൻ ഇന്നൽ മുഖസ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീതിമാന്മാർ, നീതിയുള്ള മനുഷ്യർ, നീതിയുള്ള മുഅ്മിനീങ്ങൾ, അത്തരം ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രകാശത്താൽ നിറഞ്ഞ ഒരു ഇരിപ്പിടം അള്ളാഹുവിൻ്റെ ചുറ്റുമായിട്ട് അത്തരം ആളുകൾക്ക് ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്ന, അള്ളാഹുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാക്കി അള്ളാഹു അവരെ മാറ്റും. നീതിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുമെങ്കിൽ, നീതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ, നീതി നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, നൂറിനാൽ നിറഞ്ഞ ഒരിരിപ്പിടം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചാരത്ത് നിങ്ങൾക്ക് ഒരുക്കി തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല്ലദീന യഅ്ജിലൂന ഫീ ഹുക്മിഹിം, അവരേതെങ്കിലും വിഷയത്തിൽ ഒരു വിധി, ഒരു തീരുമാനം പറയുക, ആ പറയേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാർ തമ്മിലുള്ള ഒരു അടിപിടി കേസ്, നിങ്ങളുടെ നാട്ടിലുള്ള രണ്ടുപേർ തമ്മിൽ ഒരു തർക്കം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു സ്വത്ത് തർക്കം, അല്ലെങ്കിൽ നിങ്ങളൊരു ഭരണാധികാരിയായി മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊരു ഭരണാധികാരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നിലപാട് പറയേണ്ടി വരുന്ന സമയത്ത്, നിങ്ങൾക്കൊരു തീരുമാനം പറയേണ്ടി വരുന്ന സമയത്ത്, ആ സമയത്ത് അല്ലദീന യഅ്ദിലൂന ഫീ ഹുക്മിഹിം, അവർ അതിൽ നീതിയോടുകൂടി നിലപാട് പറയും. എൻ്റെ കൂട്ടുകാരൻ ആരാണ്, എൻ്റെ പക്ഷത്തുള്ളവൻ ആരാണ്, എൻ്റെ മതക്കാരൻ ആരാണ്, എൻ്റെ പാർട്ടിക്കാരൻ ആരാണ് എന്നതല്ല. യഅ്ദിലൂൻ, അവർ നീതി പുലർത്തും. ആർക്കാണ് ഇതിൽ അർഹതയും അവകാശവും ഉള്ളത് എന്നവൻ ചിന്തിച്ച് അവർക്ക് വേണ്ടി നിലപാടെടുക്കും. വ അഹ്ലീഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്ന് പൊതുവായ വിഷയങ്ങളിൽ നിങ്ങൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നീതിയോടുകൂടി നിലപാട് സ്വീകരിക്കണം. രണ്ട്, വ അഹ്ലീഹിം, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയണം, നിങ്ങളുടെ ഭാര്യമാരോട് നീതി പുലർത്താൻ കഴിയണം. പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് ധാരാളം മുസ്ലിം സമൂഹത്തിലെ തന്നെ പുരുഷന്മാർക്കെതിരെ നിരന്തരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാ സമുദായങ്ങളിലും സമൂഹങ്ങളിലും നിലനിൽക്കുന്ന പ്രശ്നമാണ്, പെണ്ണിന് അവൾക്ക് ലഭിക്കേണ്ടുന്ന നീതി കിട്ടുന്നില്ല, അവളുടേതായ വളർച്ചക്കാവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കപ്പെടുന്നില്ല. പലപ്പോഴും രണ്ടാം തരം പൗരന്മാരെ പോലെ പെരുമാറ്റം ഉണ്ടാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കുന്നു, ആളുകൾ അങ്ങനെ പെരുമാറുന്നു, ജീവിതം തന്നെ നശിപ്പിക്കപ്പെടുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. യഅ്ദിലൂൻ, നീതി പാലിക്കാൻ നിങ്ങൾക്ക് ആ വിഷയത്തിൽ കഴിയണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയണം, നിങ്ങളുടെ മാതാവിനോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയണം. ഉമ്മാക്ക് അർഹതപ്പെട്ടത് ഉമ്മാക്ക് കൊടുക്കാൻ കഴിയണം, ഉപ്പാക്ക് അർഹതപ്പെട്ടത് ഉപ്പാക്ക് കൊടുക്കാൻ കഴിയണം. വ അഹ്ലീഹിം, അവിടെ കുടുംബത്തിലും നീതി വേണം. നാട്ടുകാർക്കിടയിൽ വലിയ സാമൂഹിക പ്രവർത്തകനും നീതിക്ക് വേണ്ടിയുള്ള പോരാളിയും കുടുംബത്തിലേക്ക് എത്തിയാൽ ഏകാധിപതിയും എന്ന നിലപാടല്ല. നിങ്ങൾ കുടുംബത്തിലും നീതി പുലർത്തണം. എന്നിട്ട് റസൂല് പറഞ്ഞു, കുടുംബത്തോടും സമൂഹത്തോടും മാത്രമല്ല, വമാ വലു, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എന്താണോ അതിനോടൊക്കെ നിങ്ങൾ നീതി പുലർത്തണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നിങ്ങളെ സമൂഹത്തിൽ വ്യത്യസ്ത തരം ആളുകൾ ഉണ്ടാവുക എന്നത് ദീനീ സമൂഹത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. ഒരു സമൂഹത്തിൽ ഡോക്ടർ ഉണ്ടാവുക, ഒരു നാട്ടിൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഫർദ് കിഫായയാണ് എന്ന് പറഞ്ഞാൽ, ഫർദ് കിഫായൊക്കെ മറ്റൊരു ഉദാഹരണം, ഒരാൾ മരിച്ചാൽ ആ നാട്ടിൽ ആരെങ്കിലും ഒരാൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം, നിർബന്ധമാണ്, ഫർദ് കിഫായയാണ്. ആരും നിസ്കരിക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെയാണ് സമൂഹത്തിലെ പുതിയ പുതിയ തസ്തികകൾ, പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ സമൂഹത്തെ സേവിക്കുവാനും അവരെ സേവ് ചെയ്യാനും കഴിയുന്ന പുതിയ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിന് ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു കൂട്ടമാളുകൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കണം, ആ മേഖലയിൽ സർവീസ് എടുക്കാൻ തയ്യാറാവണം. അത് ഫർദ് കിഫായയാണ് എന്ന. എന്നാൽ ഇമാം ഗസ്സാലി പറയുന്നു, അങ്ങനെ ഒരു എഞ്ചിനീയർ ഡോക്ടർ ഒന്നും ഇപ്പോൾ ഒരു ആപ്റ്റായ ഉദാഹരണമല്ല. പുതിയ കാലഘട്ടത്തിലെ ഒരു ഏറ്റവും പുതിയ മേഖലയിൽ അങ്ങനെ ഫർദ് കിഫായയായിട്ട് സമൂഹം ഒരാളെ ആ മേഖലയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ, സമൂഹം എന്ന് പറയുമ്പോൾ അത് കുടുംബാവാം, കൂട്ടുകാരാവാം, മഹല്ല് കമ്മിറ്റിയാവാം, സക്കാത്ത് കമ്മിറ്റിയാവാം, ഏതായാലും സമൂഹത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ആ മനുഷ്യനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഫർദ് ഐനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അസർ നമസ്കരിക്കുന്നത് പോലെ,
ളുഹുർ നമസ്കരിക്കുന്നത് പോലെ, സുബഹി നമസ്കരിക്കുന്നത് പോലെ ഫർളൈനാണ് നിങ്ങൾ ആ മേഖലയെക്കുറിച്ച് പഠിക്കുക എന്നത്. ഉഴപ്പാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ഉഴപ്പുന്നുണ്ടെങ്കിൽ, പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്. നിങ്ങൾ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്വത്തോട് കാണിക്കുന്ന അനീതിയാണ്. നിങ്ങൾ ആ സ്ഥാപനത്തോട് കാണിക്കുന്ന അനീതിയാണ്. നിങ്ങൾ സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണ്. അങ്ങനെ അനീതി ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾക്ക് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ആ ഉത്തരവാദിത്തങ്ങളോട് നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ജോബ് ലഭിക്കും, തൊഴിൽ ലഭിക്കും. ആ സ്ഥാപനത്തോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ഏറ്റെടുത്ത തൊഴിൽ മേഖലയില്ലേ, നിങ്ങൾ ഏറ്റെടുത്ത ജോബുകളില്ലേ, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളില്ലേ, നിങ്ങൾ ഏറ്റെടുത്ത ലീഡർഷിപ്പില്ലേ, അതിനോടൊക്കെ നീതി പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അങ്ങനെയുള്ള ഒരു ജോലിക്കൊരാൾ നിയമിച്ചു, എന്നിട്ട് ആ മനുഷ്യനോട് ആത്മാർത്ഥത കാണിക്കാതെ നടക്കുക എന്നല്ല, ആത്മാർത്ഥതയോടുകൂടി അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്താണ് പ്രൊഫഷണലിസം എന്നതിനെക്കുറിച്ച് ലോകത്ത് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും നിരീക്ഷിക്കുന്നില്ലെങ്കിലും, നിങ്ങളുടെ മുതലാളി നിങ്ങളുടെ അരികിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ഏറ്റെടുത്ത ചുമതല വൃത്തിയിൽ ഞാൻ ചെയ്യും. അതാണ് പ്രൊഫഷണലിസം. ഞാൻ ഏറ്റെടുത്ത ചുമതല ഞാൻ ഏറ്റവും വൃത്തിയിൽ ചെയ്യും. ഞാൻ തുടങ്ങിയ സംരംഭം, ഞാൻ തുടങ്ങിയ ബിസിനസ് ആരും എന്നോട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ആ ബിസിനസ്സിനൊരു ഹക്കുണ്ട്, അതിനോട് പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ രാവിലെ കിടന്നുറങ്ങിയിട്ട് അവസാനം ഇഷ്ടമുള്ള സമയത്ത് കടയിൽ പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ആ ബിസിനസ് പൊളിച്ചു കളയലല്ല പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇഹ്സാൻ എന്ന് പറയുന്നത് ആ നിങ്ങൾ ഏറ്റെടുത്ത ബിസിനസ്സില്ലേ, അതിനോട് നീതി കാണിക്കാൻ കഴിയണം. ഇത് ഹബീബായ റസൂല് പഠിപ്പിക്കുക. അങ്ങനെയുള്ള ബിസിനസ്സുകാരില്ലേ, അങ്ങനെയുള്ള തൊഴിലാളികളില്ലേ, അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലേ, അങ്ങനെ കുടുംബത്തിൽ പെരുമാറുന്ന ആളുകളില്ലേ, അങ്ങനെ ഭർത്താക്കന്മാരില്ലേ, അങ്ങനെ മക്കളില്ലേ, അങ്ങനെയുള്ള മനുഷ്യരില്ലേ, അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തകരില്ലേ, അങ്ങനെയുള്ള ഭരണാധികാരികളില്ലേ. അത്തരം മനുഷ്യർക്ക് നാളെ ലഭിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ചുറ്റും പ്രകാശത്താൽ നിറഞ്ഞ ഇരിപ്പിടങ്ങളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. ജന്നത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആലോചനയിലും ചിന്തയിലും ഇട്ടുതരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പാലിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനോട് നീതി പുലർത്തുന്ന ആളുകളായി മാറുള്ളൂ. അനീതി ഏറെ നിറഞ്ഞു നിൽക്കുന്ന, ഇരുട്ടുമൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നേപ്പാളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നേപ്പാൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജെൻസി തെരുവിലാണ്. എന്താ പ്രശ്നം? വാട്സപ്പ് നിരോധിച്ചത് മാത്രമല്ല, വാട്സപ്പ് നിരോധിക്കുന്നതും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ട്രിഗറിങ് പോയിന്റ് ആണ് എങ്കിൽ അതിൻ്റെ ആഴത്തിലുള്ള കാരണം അനീതി നിറഞ്ഞൊരു വ്യവസ്ഥയാണ് അവരനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ്. ഈ പറയുന്ന ഭരണകൂടങ്ങൾ അവരുടെ മക്കൾക്ക് ഉന്നതമായ തൊഴിലുകൾ നൽകുന്നു, പാവപ്പെട്ടവന് ഒരു തൊഴിലും നൽകുന്നില്ല. എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളും അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവർക്കിഷ്ടമുള്ളവർക്ക് മാത്രമേ തൊഴിൽ കൊടുക്കുള്ളൂ എന്ന അവസ്ഥ വന്നിരിക്കുന്നു. മാത്രമല്ല, അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഹക്കായ റോഡുകൾ, ജനങ്ങളുടെ ഹക്കായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പണം തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം സമൂഹത്തിന്റെ താല്പര്യങ്ങളും മാത്രം പുലർത്തിയപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത് നേപ്പാളിൽ നമുക്ക് കാണാൻ പറ്റി. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യവും അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു രാജ്യമൊന്നല്ല. പലപ്പോഴും അനീതിയുടെ നിരന്തരമായ ആവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ദലിതനും ആദിവാസിയും മുസ്ലിം സമൂഹവും ഒക്കെ നിരന്തരമായ അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ ഒരിക്കൽ പോലും പടച്ച റബ്ബേ ഇനിയൊരു തവണ കൂടി ഇതുപോലുള്ള അനുഭവങ്ങൾ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. ജാർഖണ്ഡിൽ നിന്ന് കഴിഞ്ഞ മാസം നമ്മൾ കണ്ട വീഡിയോ ഏറെ വേദനിപ്പിച്ച വീഡിയോ. നാൽക്കാലികളെ പോലെ ദളിതരായ മനുഷ്യരെ നടത്തിച്ചിട്ട് അവർക്ക് പുല്ല് കൊടുത്തിട്ട് തീറ്റിക്കുന്ന അവസ്ഥ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണേണ്ടി വന്നത് അനീതി നിറഞ്ഞൊരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് അടിച്ചു കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ കുറയുകയും
ഭരണകൂടങ്ങൾ അടിച്ചു കൊല്ലപ്പെട്ട മനുഷ്യനെതിരെ FIR ചാർത്തുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു തരം നിയമങ്ങളാ. മുസ്ലിം സമുദായം ത്വലാഖ് ചെല്ലണം എന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ രണ്ടാളുകൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നാൽ ത്വലാഖ് എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളിലും ഉള്ളതാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തിനകത്ത് മുസ്ലിം ത്വലാഖ് ചൊല്ലിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ ക്രൈസ്തവനോ ഹൈന്ദവനോ ആയ മനുഷ്യർ ത്വലാഖ് ചൊല്ലിയാൽ അതൊരു സിവിൽ പ്രശ്നമാണ്. സിവിൽ പ്രശ്നവും ക്രിമിനൽ പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഈ ഒരു അപ്പാർത്തൈഡ് സമീപനം സ്വീകരിക്കപ്പെടുമ്പോൾ അവിടെ അനീതിയാണുള്ളത്. ഒരു കൂട്ടരോട് അനീതി ചെയ്യുന്ന വ്യവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അനീതിക്കെതിരെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവർക്ക് ഈ വിഷയത്തിൽ തൻ്റെ കാര്യങ്ങളും നോക്കി സ്വസ്ഥമായി എൻ്റെതായ ജീവിതവുമായിട്ട് ഒരുങ്ങിക്കൂടാൻ എങ്ങനെയാണ് കഴിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം. റസൂലിനെ നിയോഗിച്ചത് തന്നെ നീതിക്ക് വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അയച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അവന്റെ കൂടെ ഒരു കിതാബും ഒരു വേദഗ്രന്ഥവും അയച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അതുപോലെ തന്നെ വൽ മീസാൻ, സന്തുലിതമായ ഒരാശയ സംഹിതയുമായിട്ട് എന്തിനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് അയച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടുകൂടി ജീവിക്കണം. അതിനു വേണ്ടിയാണ്. ഈ നീതിയോടുകൂടി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരാളും ആക്രമിക്കപ്പെടാത്ത, ഒരാളും വഞ്ചിക്കപ്പെടാത്ത, ഒരാളും അവന്റെ ജീവിതത്തിന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടാത്ത, ഒരാളോടും അക്രമം ചെയ്യപ്പെടാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറസുലഹു ബിൽ ഗൈബി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നീതിയുടെ കാര്യത്തിൽ ആരാണ് സഹായിക്കുക എന്ന് അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അല്ലാഹു ഈ പ്രവാചകനെയും വേദഗ്രന്ഥത്തിനെയും മീസാനിനെയും ഹദീദിനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ വിചാരിക്കും വിട്ടുമാറാത്ത വിധം ഗസയിലെ മക്കൾ ഇങ്ങനെ പൊറുതികൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര കാലമായി ഈ ഒക്ടോബർ 7 കൂടിയിട്ട് 2 വർഷം പൂർത്തിയാക്കപ്പെടുക. 2 വർഷമായി ഒരു ദിവസം പോലും ആ ഗസയുടെ മണ്ണിൽ ബോംബ് വർഷിക്കാത്തതുണ്ടാവില്ല. ഒരു ദിവസം പോലും 30-40 മനുഷ്യർ കൊല്ലപ്പെടാത്തതുണ്ടാവില്ല. അവിടെയുള്ള മനുഷ്യർ പട്ടിണി തിന്നിട്ട് തുടങ്ങിയിട്ട് നാളുകളേറെയായി നൂറുകണക്കിന് മനുഷ്യരാണ് പട്ടിണി കൊണ്ട് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീണത് എന്നാലോചിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു പോകും, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷിച്ചു കളയുന്നത്? ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, സിറ്റുവേഷനുകൾ, സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? എന്തിനാണ് അല്ലാഹ് തരുന്നത് എന്നോ? നിങ്ങളോട് ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല, നിങ്ങളോട് മോശമായി പെരുമാറാം എന്നുള്ള ചിന്തിച്ചത് കൊണ്ടല്ല, ഗസക്കാരെ അങ്ങനെ പട്ടിണിക്കിട്ട് കളയാമെന്ന് അല്ലാഹ് ആലോചിച്ചത് കൊണ്ടല്ല. ആരുണ്ട് കൂട്ടരെ നീതിയോടുകൂടിയിട്ട് ആ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ? ആരുണ്ട് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ എന്ന് അല്ലാഹ് പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിനെ അറിയണം. റൂഹ് തന്നിട്ട്, ശരീരം തന്നിട്ട്, വെള്ളം തന്നിട്ട്, വായു തന്നിട്ട്, ജീവിതത്തിന് ആവശ്യമായതൊക്കെ തന്നിട്ട്, ബുദ്ധിയും വിവരവും തന്നിട്ട്, വിദ്യാഭ്യാസം തന്നിട്ട്, നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ട്, നിങ്ങൾക്ക് മസിൽ തന്നിട്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി തന്നിട്ട്, സംസാരിക്കാനുള്ള നാവ് തന്നിട്ട്, കാണാനുള്ള കണ്ണ് തന്നിട്ട്, കേൾക്കാനുള്ള കാത് കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ട്, അതിനുശേഷവും ആരുണ്ട് കൂട്ടരെ ഈ അനീതിക്കെതിരെ സംസാരിക്കുവാൻ എന്ന് അല്ലാഹുവിനെ അറിയണം. അല്ലാഹ് നോക്കുകയാണ്, നിങ്ങളെയൊക്കെ പരീക്ഷിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുക. നമുക്ക് നമ്മുടെ കാര്യവുമായിട്ട് ജീവിക്കാം. എൻ്റെ സ്വകാര്യമായ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് നിന്റേതായ സുഖങ്ങളും സൗകര്യങ്ങളും സാമ്പത്തിക ശേഷിയും ഒക്കെ നീ കൈവരിക്കുമ്പോൾ തന്നെ
നിനക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരില്ലേ, വേദന കൊണ്ട് പുളയുന്ന മനുഷ്യരില്ലേ, അനീതി കൊണ്ട് അനങ്ങാൻ കഴിയാതെ മിണ്ടാൻ കഴിയാതെ നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരില്ലേ, ആ മനുഷ്യർക്ക് വേണ്ടി എന്നെങ്കിലും നീ സംസാരിക്കുമോ? എന്നെങ്കിലും അവർക്ക് വേണ്ടി നീ സംസാരിക്കുമോ? അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമോ? അവരെക്കുറിച്ച് നീ എന്നെങ്കിലും ആലോചിച്ചിട്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? അവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒരു പോസ്റ്റെങ്കിലും, നിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയെങ്കിലും നീ അവർക്ക് വേണ്ടിയിട്ട് ഇടാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി നിന്റെ വോയിസ് ഉയർത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹ് നോക്കുകയാണ്. അള്ളാഹുവിനെ കാണാത്ത, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാത്ത, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് അടുത്തു നിന്ന് കേൾക്കാത്ത മനുഷ്യർ കാതങ്ങൾ പിന്നിട്ട്, നൂറ്റാണ്ടുകൾ പിന്നിട്ട് അതിനുശേഷവും ഹബീബായ റസൂലിനെ ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ടെങ്കിൽ, ആ ഹബീബായ റസൂൽ നമ്മോട് ചോദിക്കുന്നു, എന്നോടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ അടുത്ത് നിങ്ങളെ കാണാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ബാക്കിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ തട്ടേണ്ടുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അള്ളാഹിൻ്റെ ദീനിൽ യഥാർത്ഥത്തിൽ നീതിബോധമുള്ള റസൂല് പഠിപ്പിച്ച അനുയായികൾ, ആ അനുയായികളിൽപ്പെട്ട ഒരു പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി പോലും ഉമറിൻ്റെ ഒരു ഭരണമാണ് ഇന്ത്യയിൽ വരേണ്ടത് എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. റസൂലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റോമിൽ നിന്ന് അവിടുത്തെ ചക്രവർത്തി കൈസർ ഒരു ദൂതനയക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ടൗണിലേക്ക്, ആ മദീനയിലേക്ക് ആളുകൾ എത്തിയ സമയത്ത്, ഈ ദൂതനെത്തിയ സമയത്ത് ചോദിച്ചു, അല്ല നിങ്ങളുടെ രാജാവിൻ്റെ കൊട്ടാരം എവിടെയാണ്? ആ രാജാവിൻ്റെ കൊട്ടാരം എവിടെയാണ്? അദ്ദേഹത്തെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി രാജാവ് ചക്രവർത്തിയെ അയച്ചതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്കുള്ളതൊരു അമീറാണ്, ഞങ്ങളൊരു നേതാവ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്ക് രാജാക്കന്മാരില്ല. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ആ നഗരത്തിന് പുറത്തേക്ക് അല്പനേരത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ ഈ റോമിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും തേടി ആ വഴിക്ക് പോവുകയാണ്. ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ നല്ല ചൂടത്ത് അദ്ദേഹത്തിൻ്റെ വടി തലക്ക് വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഗാഢമായ നിദ്രയിൽ, നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ, അദ്ദേഹം ഭയപ്പെട്ടു പോയി. ഉമറാണത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, കാരണം ലോകത്തിലെ ചക്രവർത്തിമാരും ഭരണാധികാരികളും ഒന്നടങ്കം ഏറെ ഭയത്തോടുകൂടി, പേടിയോടുകൂടി നോക്കിക്കണ്ട പേരാണ് ഉമർ. ഉമർ എന്ന് കേട്ടാൽ ഞെട്ടിത്തരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഉമറാണ് ഈ നിലത്തിങ്ങനെ കിടക്കുന്നത് എന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, റജുലും ജമീഉൽ മുലൂക്കിൽ അർളി ലാ യഖിറു ലഹും ഖറാറും മിൻ ഹൈബതിഹി വതകൂനു ഹാദിഹി ആലതുഹു. അദ്ദേഹം പറയാ, ലോകത്തിലെ, ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണല്ലോ ഇത്, അദ്ദേഹമാണല്ലോ ഈ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിന്നക യാ ഉമർ അദൽത ഫഅമിൻത ഫനിംത. അല്ലയോ ഉമർ, താങ്കൾ നീതി പാലിച്ചു, അതുകൊണ്ട് താങ്കൾക്ക് സമാധാനമുണ്ട്, അതുകൊണ്ട് താങ്കൾ നന്നായി ഉറങ്ങുന്നു. എന്നാൽ ഞങ്ങളുടെ രാജാക്കന്മാരോ വമലികുന യജൂറു, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ രാജാക്കന്മാർ നിരന്തരമായ അനീതി ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായ അനീതി ചെയ്തുകൊണ്ടിരിക്കുക. ലാ ജറമ അന്നഹു ലാ യസാലു സാഹിറൻ ഖൈഫ. അതുകൊണ്ട് തന്നെ അവർക്കുറക്കമില്ല, അവർ ഭയപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക എന്നതല്ലാതെ. ഉറക്കം നഷ്ടപ്പെട്ട രാജാക്കന്മാരും നീതിമാനായ ഉമറും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നിന്നെ ഇത് പഠിപ്പിച്ച, നീതി പഠിപ്പിച്ച ദീനില്ലേ, ആ ഇസ്ലാമില്ലേ, അതാണ് സത്യമെന്ന് ഇതാ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉമറെ, ലോകത്തിന്റെ എല്ലാ രാജാക്കന്മാരും ഭയപ്പെട്ടു പോയ ലോകത്തിന്റെ ചക്രവർത്തി, ആധുനിക കാലഘട്ടത്തിലും ഖലീഫ ഉമറിന്റെ ഭരണം വേണമെന്ന് മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞ ആ ഉമറാണ് ആ നീതിമാനായ ഭരണാധികാരി എന്ന് തിരിച്ചറിയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ദീന്, റസൂല് പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രം, റസൂല് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം, റസൂലിൻ്റെതായ ഒരു ജീവിത മാതൃകയിൽ നിന്ന് കടമെടുക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുടെ പ്രത്യേകത ആ ഉമർ റളിയല്ലാഹു കാണിച്ചിരിക്കുക. ഫഅദൽത ഫഅമിൻത ഫനിംത. നീ നീതി കാണിച്ചു ഉമറെ, അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു.
അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഉറങ്ങാൻ കഴിയുന്നതെന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചക്രവർത്തിയുടെ ദൂതൻ അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോടും അനീതി കാണിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന മദീനയിൽ മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. പലപ്പോഴും മുസ്ലിങ്ങളും ജൂതന്മാർക്കും ഇടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായി മനുഷ്യർ ജീവിക്കണ സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാകും. ആ സമയത്ത് പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ജൂതന്മാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വിധി പറഞ്ഞ സന്ദർഭങ്ങൾ പലതുണ്ട്. ഒരു ബനൂ ലഫർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു അൻസാരി ഗോത്ര, അൻസാരികൾ എന്ന് പറഞ്ഞാൽ ആരാ? റസൂലൊക്കെ വന്ന സമയത്ത് റസൂലിനെ സ്വീകരിച്ച മനുഷ്യരാ. അവരുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ അള്ളാഹിന്റെ റസൂലിനും റസൂലിന്റെ കൂടെ വന്ന സഹാബിമാർക്കും വേണ്ടി വിട്ടുകൊടുത്ത അൻസാരികൾ. അതിൽപ്പെട്ട ബനൂ ലഫർ എന്ന് പറയുന്ന ഗോത്രം, ആ ഗോത്രം പ്രധാനപ്പെട്ട ഗോത്രമാണ്. അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ബഷീർ ഇബ്നു ഉബൈരിഖ് എന്ന് പറയുന്ന ഒരു സഹാബി വര്യൻ, ഒരു അൻസാരിയാണ്. അദ്ദേഹവും അൻസാരിയാണ്, റസൂലിനെ സഹായിച്ച ആളാണ്. ആ മനുഷ്യൻ ഒരിക്കൽ മറ്റൊരു അൻസാരിയുടെ ഒരു പടയങ്കി മോഷ്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ കാണൂല, ഇയാൾ അറിയൂല എന്നൊക്കെ വിചാരിച്ച വിഷയമാണെങ്കിലും മറ്റേ അൻസാരി വിഷയം അറിഞ്ഞു, ആരോ ഒന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കേസായി, റസൂലിന്റെ മുമ്പിൽ വിഷയത്തി. ആ സമയത്ത് ഈ പറയുന്ന ബഷീർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ പടയങ്കി വേഗം കൊണ്ടുപോയിട്ട് ഒരു ജൂതനെ ഏൽപ്പിച്ചു. തൽക്കാലം ഇതിൻ്റെ പടയങ്കിയാണെങ്കിൽ ഇതൊന്ന് പിടിക്കണം എന്ന് പറഞ്ഞ് ആ ജൂതനെ ഏൽപ്പിച്ചു. അപ്പോൾ ആളുകൾ അന്വേഷിച്ച് വന്നപ്പോൾ പടയങ്കി എവിടെയുള്ളത്? ജൂതൻ്റെ കയ്യിലാണ്. ആ പാവം ഇതറിഞ്ഞില്ല. ഇങ്ങനൊരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് പടയങ്കി വന്നത് എന്ന് ആ ജൂതനായ മനുഷ്യൻ അറിഞ്ഞില്ല. അവസാനം ബഷീർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ കുടുംബക്കാരെടുത്ത് പോയി. എല്ലാവരും മുസ്ലിങ്ങളാ, കുടുംബക്കാരൊക്കെ മുസ്ലിങ്ങളാ. പക്ഷേ അവരൊരുമിച്ചിരുന്നിട്ട് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ബഷീറിനെ ഒരിക്കലും നമ്മളിതിൽ പ്രതിയാക്കരുത്. അതുകൊണ്ട് ജൂതനെതിരെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഒരു പ്രഷർ ഉണ്ടാക്കിയാൽ എന്താക്കാം, നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ പിറ്റേന്ന് റസൂലിൻ്റെ അടുക്കൽ അവരെത്തി. റസൂലിനോട് ജൂതൻ പറഞ്ഞു, ഇതിങ്ങനെയാണ്, ബഷീറിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ, എന്നിട്ട് എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞതാ, അങ്ങനെ സൂക്ഷിച്ചതാ, അതെൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്, അല്ലാതെ ഞാൻ കട്ടതല്ല. ആ സമയത്ത് ഈ പറയുന്ന കുടുംബം, അൻസാരികളായ കുടുംബം ഒന്നടങ്കം പറഞ്ഞു, അല്ല, ഇയാളൊരു യഹൂദിയ, റസൂലിനെയും അള്ളാനെയും റസൂലിനെയും അംഗീകരിക്കാത്ത ഒരു കൂട്ടർ പറയുന്നത് കേൾക്കേ, അവനെ വിശ്വസിക്കാൻ തന്നെ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബം ഒന്നടങ്കം ഈ പറയുന്ന ആളെ കൂടെ നിന്നു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തെളിവെന്താ? ജൂതന്റെ കയ്യിൽ നിന്ന് പടയങ്കി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ റസൂൽ ഒരിക്കലും അനീതി ചെയ്യൂല. പക്ഷെ പ്രത്യക്ഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് അറിയില്ല ഇത് ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന്. ആ സമയത്ത് വഹി അവതരിക്കുക, അള്ളാഹു ഇടപെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു തരുന്നത് അള്ളാഹ് പറഞ്ഞതനുസരിച്ച്, കാണിച്ചതിനനുസരിച്ച് നീതിപൂർവം മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കാനാണ്. വലാ തകുൻ ലിൽ ഖായിനീന ഖസീമ, അതുകൊണ്ട് വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായി നീ മാറരുത്. ഒരു ഭാഗത്തുള്ളത് മുസ്ലിങ്ങൾ, അൻസാരികൾ, അവർ ഒരാളല്ല, ഒരു കുടുംബം ഒന്നടങ്കം, ഒരു മുസ്ലിം കുടുംബം ഒന്നടങ്കം ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള ഒരു ജൂതനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുക, വിശുദ്ധ ഖുർആൻ ഇടപെടുക. അള്ളാഹു റസൂലിനോട് വളരെ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. നീ ഒരിക്കൽ പോലും അള്ളാഹു കാണിച്ചതൊന്ന് പ്രകാരമല്ലാതെ, നീതിക്ക് വേണ്ടിയല്ലാതെ നിലകൊള്ളാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് പറയുന്നത്, വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അള്ളാഹുവിനോട് പാപമോചനം തേടണം, അള്ളാഹുവിനോട് പാപമോചനം തേടണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ആത്മവഞ്ചകരായ, ആരാണ് ഈ ആത്മവഞ്ചകരായ ആളുകൾക്ക് വേണ്ടി നീ വാദിക്കരുത്. കൊടും വഞ്ചകരും മഹാപാപികളുമായ ആരെയും ഇഷ്ടപ്പെടരുത്. കക്കുക, എന്നിട്ട് മറ്റൊരു മനുഷ്യന്റെ മേൽ ആരോപണം ഉന്നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ. അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള മുസ്ലിമാണ് ഞാൻ റസൂലിന്റെ ആളാണ്, ഞാൻ അൻസാരിയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം അവൻ ചെയ്തത് അങ്ങനെയുള്ള പാപമാണ്. അതുകൊണ്ട് ജനങ്ങൾ സ്വന്തം ഒരു കുറ്റം ചെയ്യുകയും മറ്റൊരു മനുഷ്യന്റെ മേൽ ആരോപിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഇന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഈ കുടുംബമില്ലേ, അവർ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാണ് വാദിക്കുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തുൻ നിസാ 105-ാമത്തെ ആയത്ത് മുതൽ 112-ാമത്തെ ആയത്ത് വരെ
അത്രയും ദീർഘമായ ആയത്തുകൾ ജൂതന് വേണ്ടിയിട്ട് അവതരിച്ചൊരു വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഇസ്ലാമിനെ കുറിച്ചാണ് ആളുകൾ പറയുന്നത് അനീതിയുടെയും അക്രമത്തിൻ്റെയും ഈ പറയുന്ന കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ ആളുകളാണ് മുസ്ലിങ്ങളെന്ന്. മുസ്ലിം സമുദായത്തിനെതിരെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നീതിയുടെ ആളുകളാണ് നമ്മളെന്ന്. ആ നീതിബോധം, അവൻ ജൂതനാവട്ടെ, അവൻ ക്രൈസ്തവനാവട്ടെ, അവൻ ഹിന്ദുവാകട്ടെ, അവൻ മുസ്ലിം ആകട്ടെ, ആരായാൽ പോലും അവന് വേണ്ടിയിട്ട് നീതി അവൻ്റെ ഭാഗത്താണെങ്കിൽ സംസാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും നമ്മൾ പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ പോകും അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അടിപിടി കേസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു പണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയോ പാർട്ടിക്കാർക്ക് വേണ്ടിയോ ഇഷ്ടക്കാർക്ക് വേണ്ടിയോ ഒക്കെ പഞ്ചായത്ത് പറയാൻ പോകും. പഞ്ചായത്ത് ഞങ്ങൾ നാട്ടിൽ പറയലുണ്ട് മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി പോകും അല്ലേ. ആ സമയത്ത് ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മുടെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബിമാരിൽ തന്നെ റസൂലിൻ്റെ കൂട്ടുകാരനായ ആളാണ് ജാബിർ ഇബ്നു അബ്ദുല്ല എന്ന് പറയുന്നത്. റസൂലിൻ്റെ ഏറ്റവും അടുത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ജൂതൻ്റെ അടുത്തുനിന്ന്, ഇതുപോലെ ജൂതന്മാർ ധാരാളം മദീനയിലുണ്ടായിരുന്നു, അവരുടെ അടുത്തുനിന്ന് ഒരു കടം വാങ്ങി. സ്വാഭാവികമായിട്ട് കടം തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റായി. ആ ഡേറ്റായ സമയത്ത് സ്വാഭാവികമായി വന്നിട്ട് ജൂതൻ പറഞ്ഞു പൈസ തരണം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ അല്ല, കുറച്ചുകൂടി സമയം തരണം, ഒരു കൊല്ലം കൂടി തരണം. അദ്ദേഹം പറഞ്ഞു പറ്റൂല, എനിക്കിപ്പോൾ പൈസ വേണം. അദ്ദേഹം കുറേ പറഞ്ഞു നോക്കി, പറ്റൂല എന്ന് പറഞ്ഞു. റസൂലിൻ്റെ അടുത്ത് വന്നു. റസൂലിനോട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലെ നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് അതൊന്ന് പഞ്ചായത്താക്കി തരണം. റസൂൽ ഭരണാധികാരിയാണ്. റസൂൽ ആ നാട്ടിലെ ഏറ്റവും പ്രിവിലേജുള്ള പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടാണ്, ഇനി ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പറ്റൂല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അബൂ ഖാസിം, അല്ലയോ മുഹമ്മദ്, താങ്കൾ ഈ വിഷയത്തിൽ എനിക്കെതിരെ വാദിക്കരുത്, ഞാൻ അവന് സാവകാശം നൽകാൻ റെഡിയല്ല എന്ന് അദ്ദേഹം പറയാം. ആരോടാ പറയുന്നത് അല്ലേ? നമ്മൾ ഈഗോ വർക്ക് ചെയ്യും അല്ലേ, ഈഗോ വർക്ക് ചെയ്യും, കൂട്ടുകാരുള്ള സ്നേഹം വർക്ക് ചെയ്യും. സ്വാഭാവികമായി നമ്മൾ പൊട്ടിത്തെറിക്കും. എന്നാൽ നമുക്ക് കാണാടാന്നൊക്കെ ചിലപ്പോൾ പറയും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് പിന്നെ ജാബിറെ എവിടെ നിന്നെങ്കിലും പണം ഒപ്പിക്കണം, കാരണം അയാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറില്ല, കാരണം അയാളുടെ ഹക്കാണത്. അയാൾ നിനക്ക് പണം തന്നു, അയാൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മളാണ് പണം ഒപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജാബിറിനെ പണത്തിന് വേണ്ടി അയച്ച് ആ ദിവസം തന്നെ ആ മനുഷ്യന് പണം ഒപ്പിച്ചു കൊടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും. പക്ഷപാതിത്തല്ല, നീതിയാണുള്ളത് റസൂലിന്. ഇത് ജീവിതത്തിൻ്റെ ഓരോ അണുവിലും നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്, അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒക്കെ ചില സമയത്തൊക്കെ നിങ്ങൾ നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തത്തിനെതിരെ സംസാരിക്കേണ്ടി വരും. ഒരു പ്രശ്നം ഉണ്ടായി, തർക്കമുണ്ടായി, അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയേണ്ടി വരും ശരിയാ എൻ്റെ ഭാഗത്താ തെറ്റ്. പറയാൻ പറ്റുമോ എൻ്റെ ഭാഗത്താ തെറ്റ്? ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പെങ്ങളും അളിയനും തമ്മിൽ തർക്കത്തിലായി. അപ്പോൾ ചിലപ്പോൾ അവൾ പറയേണ്ടി വരും. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു പെങ്ങളെ ഭാഗത്തെ തെറ്റ്, പക്ഷെ കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരിക്കുക, ശരിയാണ് എൻ്റെ പെങ്ങളെ ഭാഗത്തെ തെറ്റ്, അല്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാഗത്തെ തെറ്റ്, അല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തെ തെറ്റ്, എൻ്റെ ഭാഗത്താ തെറ്റ്, എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്താ തെറ്റ്, ഞങ്ങളുടെ ഭാഗത്താ തെറ്റ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയല്ലാതെ സംസാരിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ നീതിയുടെ മാർഗത്തിൽ നിന്ന് തെന്നിമാറാതെ അത് ലോകത്തിന് മുഴുവൻ മാതൃകയായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് നീതിബോധമുള്ള ഭരണാധികാരിയെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യരെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ നിങ്ങളുടെ നീതിബോധത്താൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചെന്ന നീതിയുടെ പാഠങ്ങളാൽ ഈ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റണം. അവരറിയട്ടെ എത്രമേൽ പരിശുദ്ധമായ നീതിപൂർവകമായ ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന്. അവർ തിരിച്ചറിയുന്ന നാളിൽ ഇൻഷാ അല്ലാഹ് ആ മനുഷ്യരിലേക്ക് ഈ പ്രകാശം എത്തിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അതിനു വേണ്ടിയിട്ട് ത്യാഗങ്ങൾ ചെയ്യാൻ, ഒരുപക്ഷെ നഷ്ടങ്ങൾ വരുത്താൻ. കാരണം നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പലതും ഒഴിവാക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
രക്തസാക്ഷിത്വം പോലും നമ്മൾ വരിക്കേണ്ടി വരും. നീതി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല. സ്വന്തത്തെ പോലും നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും നീതി പുലരാൻ വേണ്ടി കൊതിക്കുന്ന മനുഷ്യരായി മാറുക. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഇരിപ്പിടമുണ്ട്. നൂറിനാൽ അള്ളാഹുവിൻ്റെ ചാരത്ത് ഒരുക്കി വെക്കപ്പെട്ട ആ അള്ളാഹുവിൻ്റെ കുർസിയിലേക്ക്, അള്ളാഹുവിൻ്റെ ചാരത്തേക്ക് പടച്ച റബ്ബ് എത്തിക്കണേ എന്ന ദുആയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ. എത്ര നഷ്ടം വന്നാലും അള്ളാഹ് കാണുന്നുണ്ടല്ലോ എന്ന ചിന്ത നമുക്കുണ്ടായിത്തീരുള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ റസൂലിൻ്റെ പാതയിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ റസൂലിനെ സ്നേഹിക്കുന്ന, റസൂലിനെ ഇഷ്ടപ്പെടുന്ന, റസൂലിനോടുള്ള സ്നേഹത്താൽ ആ ജീവിതത്തെ സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമല്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു വഴിയും പ്രവർത്തനവും ജീവിതവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാതെ കാത്തു സൂക്ഷിക്കാൻ പടച്ച റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണിനെയും കാതിനെയും ശരീരത്തെയും മുഴുവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ക്രമീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം തുടങ്ങി അവസാനിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യനോട് പോലും അനീതി ചെയ്യാതെ, അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. സവിശേഷമായി ഫലസ്തീനിലെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ വലിയ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്, വേദനയിലാണ്, വിശപ്പിലാണ്. പടച്ച റബ്ബേ, നീ അവർക്ക് അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കണ റഹ്മാനെ. അവരുടെ പോരാട്ടങ്ങളെ നീ വിജയിപ്പിക്കണ റഹ്മാനെ. അള്ളാഹുവെ, ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവെ, ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ രക്തസാക്ഷിത്വം, ഷഹാദത്ത് നീ സ്വീകരിക്കണേ നാഥ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഉമ്മാനെ, ഞങ്ങളുടെ ഉപ്പാനെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണ റഹ്മാനെ. ഇഹലോകത്തും പരലോകത്തും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി നിന്റെ റിളയിലായി ജീവിക്കാൻ, നിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണ റഹ്മാനെ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.